ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. വെളിപാട് 21:7. നമുക്കറിയാം, വെളിപാട് പുസ്തകം മുഴുവൻ സ്വർഗത്തിന്റെ ഒരു യുദ്ധം പോലെ എന്നാണ് നാം മനസ്സിലാക്കുക. സഭ യാത്ര ചെയ്ത് യുദ്ധം വിജയിച്ച് ഈശോമിശിഹായുടെ വിജയത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തുന്നു വിവാഹത്തിൽ. അങ്ങനെ വിജയിക്കുന്നവന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അവകാശമായി ലഭിക്കും. അവൻ ഇനി മുതൽ ദൈവത്തെ അവന്റെ ദൈവമായും അവൻ ദൈവത്തിന് മകനുമായി മാറുകയാണ്. അതവന്റെ അന്തിമ സ്ഥിരീകരണത്തിലേക്ക് പോവുകയാണ്. പിന്നീട് നമുക്കറിയാം, അന്തിമ വിധിയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് അവിടെ ഇനി വരാനുള്ളത്. മറ്റൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിന് ശേഷം നാം എത്തിച്ചേരേണ്ട നിത്യസ്വർഗത്തിൽ എന്നേക്കുമായി ഇനി നമ്മളെ ദൈവത്തിൽ നിന്ന് വേർപെടുത്താൻ ആവാത്ത വിധം ഒരിക്കലും മരണത്തിനോ ആധിപത്യങ്ങൾക്കോ അധികാരങ്ങൾക്കോ തിന്മയ്ക്കോ വികാരങ്ങൾക്കോ ഒന്നിനും ദൈവത്തിൽ നിന്ന് വിജയിക്കുന്നവനെ വേർപെടുത്താൻ ആവാത്ത വിധം സ്ഥായിയായി മാറ്റപ്പെടാനുള്ള ഒരു കാര്യത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. വെളിപാട് 21:7. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും.